Mission Impossible Final Reckoning is one of the best spy action movie ever. കിഡിലെ സാധനം, കിഡിലെന്ന് പറഞ്ഞാൽ വേറെ ലെവലായിട്ടും ഈ ഒരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു എപ്പിക് കൺക്ലൂഷൻ. ഐ തിങ്ക് ഈ ഒരു ടോട്ടൽ ഫ്രാഞ്ചൈസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അല്ലെങ്കിൽ ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന റൈറ്റാണ്. ഒരു പ്രോപ്പർ കൺക്ലൂഷൻ അല്ലെങ്കിൽ പ്രോപ്പർ ഒരു സാറ്റിസ്ഫൈങ് എൻഡാണ് ഈ ഒരു ഫ്രാഞ്ചൈസിന് തന്നെ ഇവർ കൊടുത്തിട്ടുള്ളത്. കിഡിലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ പടത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും, അത് ഈ പടത്തിൻ്റെ റൈറ്റിംഗ് ആയിക്കോട്ടെ, ഇതിൻ്റെ മേക്കിംഗ്, ഇതിൻ്റെ എഡിറ്റിംഗ്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റണ്ട് സീക്വൻസുകളും ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്സും അത്ര കിഡിലിനായിട്ട് പ്രോപ്പറായിട്ട് ഈ പടത്തിൽ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു പടത്തിൻ്റെ ഞാൻ ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഞാൻ കുറേ സ്ട്രെസ് അടിച്ച് അല്ലെങ്കിൽ ഈ രാവിലെ തൊട്ട് വർക്ക് ചെയ്ത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് ഞാൻ ഈ പടത്തിന് കയറി തന്നെ. എനിക്ക് പടം കാണാനുള്ള ഒരു ബുക്ക് ചെയ്തത് കൊണ്ട് മാത്രം കണ്ടതാണ്, അല്ലെങ്കിൽ പിന്നൊരു ദിവസത്തേക്ക് കാണാമെന്നുള്ളൊരു മൈൻഡായിരുന്നു. കയറിയിരിക്കുന്നത് വരെ കയറിയിട്ട് ആ ഒരു ടൈറ്റിൽ ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു തീം സോങ് കിട്ടും. അവിടെ മുതൽ ഈ പടം കഴിയുമ്പോൾ എൻ്റെ ഒരു തീം സോങ് ഉണ്ട്. അതുവരെ ഈ ഒരു പടം തന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. സീറ്റഡ്ജ് ത്രില്ലർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്പൈ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെഫിനേഷനായിട്ട് വയ്ക്കാൻ പറ്റുന്ന റൈറ്റായിട്ട് തോന്നി ഈ ഒരു മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്. അത്ര കിഡിലായിട്ട് ഈ ഒരു പടം നമ്മളിങ്ങനെ പുള്ള് ചെയ്ത് ഉള്ളിലേക്ക് എടുക്കും. അത് കഴിഞ്ഞ് എന്താണ് നമ്മൾ കാണാൻ പോയത്, അല്ലെങ്കിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളൊരു കഥ, അത് നമ്മളെ കൊണ്ട് അറൗണ്ട് ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് റൺ ടൈം ഉണ്ട്. ഒരു സെക്കൻഡ് പോലും എനിക്ക് അനാവശ്യമായിട്ടൊരു പടത്തിൽ തോന്നിയില്ല. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത്, നമ്മൾ ഒട്ടുമിക്ക പണ്ട് ജനറലായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് ഒട്ടുമിക്ക എല്ലാ ഹോളിവുഡ് സിനിമകളും ഇംഗ്ലീഷ് പടങ്ങളിലൊക്കെ നമ്മൾ പറയാറ്, ആക്ഷൻ സീക്വൻസുകൾ ഇല്ലാത്ത സമയത്ത് വെറുതെ എങ്ങനെ ഒരു വർത്താനം മാത്രമേ ഉള്ളൂ, കഥ പറഞ്ഞു പോകുന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ട്. ഈ പടത്തിൽ ഈ കഥ ആവശ്യമാണ്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആവശ്യമാണ്. എന്നാൽ അത് എത്ര നീറ്റ് ആൻഡ് അല്ലെങ്കിൽ എത്ര എൻഗേജിങ് ആയിട്ട് കാണിക്കാൻ പറ്റുമെന്ന് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അതിലൊരു പുതിയൊരു ടെക്നിക്ക് ഒരു കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അതായത് നമ്മളിപ്പോൾ ഒട്ടുമിക്ക സീക്വൻസുകളും ഇതുപോലെ കോൺവെർസേഷൻ വരുന്ന സമയത്ത് നമുക്ക് ബോറടിക്കും. ആക്ഷൻ സീക്വൻസുകളിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഈ പടത്തിൽ ആക്ഷൻ സീക്വൻസുകളാണ് ഇതിൻ്റെ ഒരു മെയിൻ സെറ്റ് പീസസ്, അല്ലെങ്കിൽ ആ ഒരു നമ്മൾ മെയിനായിട്ട് ഇരിക്കുന്ന ഒരു മെയിൻ ഇവൻറ്റ് നമുക്കറിയാം, കാണുന്നവർക്കും അറിയാം, എടുക്കുന്നവർക്കും അറിയാം. അതിലേക്കുള്ള പ്രിലോഡ് അല്ലെങ്കിൽ അതിലേക്കുള്ള ബിൽഡപ്പാണ് ബാക്കിയുള്ള സീക്വൻസുകൾ മുഴുവൻ. സോ ഓരോ സെറ്റ് പീസസ് വരുമ്പോഴും ഓരോ വലിയ വലിയ ആക്ഷൻ സീക്വൻസുകൾ നമ്മളിപ്പോൾ ട്രെയിലർ കണ്ടതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോസ്റ്ററിൽ കാണുന്ന സീക്വൻസുകളൊക്കെ വരാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതെങ്ങനെയായിരിക്കും നടക്കാൻ പോകുന്നത്, അതിൻ്റെ മെക്കാനിസം എന്തായിരിക്കും, അവിടെ എന്തൊക്കെയായിരിക്കും വരിക എന്നുള്ളത് നീറ്റായിട്ട് വളരെ ഒരു സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ എത്ര എൻഗേജിങ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും അത് ഇവർക്ക് പറ്റുന്നുണ്ട്. ആൻഡ് അതിൽ ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് 1-2 ക്യാരക്ടേഴ്സ് മാത്രം വെറുതെ അത് പറഞ്ഞു തരില്ല. ഇപ്പോൾ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്, മൾട്ടിപ്പിൾ ആംഗിൾസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 7-8 പേരുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല. അവരുടെ കോൺവെർസേഷൻ അടക്കം എത്ര രസമായിട്ടായിരിക്കും ഈ പടത്തിൽ എടുത്തിരിക്കുകയെന്ന് പറയും. അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാറ്റേണും ഓരോ സീൻ ടു സീൻ ട്രാൻസിഷൻസും എല്ലാം കിട്ടില്ല. സോ ഒരു നോർമലി നമ്മൾ ഇത്തരത്തിലുള്ള സ്പൈ ത്രില്ലറോ അല്ലെങ്കിൽ ആക്ഷൻ ത്രില്ലർ സിനിമകളിലൊക്കെ തന്നെ നമ്മൾ വെറുക്കുന്ന സീക്വൻസുകളടക്കം അത്ര ഗംഭീരമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. സോ ബാക്കിയുള്ള ആക്ഷൻ സീക്വൻസുകളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഈ ചങ്ങായി ഈ പ്രായത്തിൽ ഈ മനുഷ്യരെ കൊണ്ട് മാത്രമേ പറ്റൂ. മൂപ്പര് ആ ഓടുന്ന ഓട്ടം മുതൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും സ്റ്റണ്ട് സീക്വൻസുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിലെ ആ ഒരു എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്ലെയിനിലുള്ള സീനാണ്. സിമ്പിളായിട്ട് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടോപ്പ് ഗൺ മവറിക്കിനകത്ത് മൂപ്പര് കോക്പിറ്റിനകത്ത് വെച്ച് ചെയ്തിട്ടുള്ള സാധനമാണ്. പുറത്തുനിന്ന് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ചെയ്യാത്ത ഇനി ഒന്നുമില്ല. ഇതിൻ്റെ റിയലിസം ഉണ്ടല്ലോ, ഒറിജിനലാണ് സാധനം. നമുക്ക് ബാക്കിയുള്ള പടങ്ങളിലൊക്കെ ഒരു ഗ്രീൻ സ്ക്രീൻ എഫക്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഇതിൽ ഗ്രീൻ സ്ക്രീൻ അല്ല, ഒറിജിനലാണെന്ന് നമുക്കറിയാം. ഒറിജിനാലിറ്റിയിൽ ഇവരെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നായിരിക്കും ഓരോ സീൻ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുക. ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തോന്നില്ലേ. അമ്മാതിരി സാധനങ്ങൾ ഈ പടത്തിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മൂപ്പര് ഫ്ലൈറ്റിൽ തൂങ്ങണത്. പക്ഷേ ഇത് ഒരുമാതിരി ആ സീക്വൻസും കുറേ നേരം ഉണ്ട്. ഞാൻ വിചാരിച്ച് ട്രെയിലർ കണ്ടപ്പോൾ ഇതിപ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഞാൻ ആ സീക്വൻസാണ് പടത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ഇതേപോലെയുള്ള ആക്ഷൻ സീക്വൻസുകളെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു സെറ്റ് പീസസ് എല്ലാം തന്നെ സീറ്റഡ്ജ് ത്രില്ലറായിട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിൻ്റെ ആ ഒരു എഡിറ്റിംഗ് പാറ്റേണും മൊത്തത്തിലുള്ള ആ ഒരു ടോട്ടൽ അറ്റ്മോസ്ഫിയർ എല്ലാം ഒരു എഡിറ്റിംഗ് ആണ് ഈ ഒരു പടത്തിനെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറയാം. തൊട്ടടുത്ത അല്ലെങ്കിൽ തൊട്ട് മുമ്പ് ഇറങ്ങിയ പടത്തിനെ വെച്ച് ഐ തിങ്ക് ഡെഡ് റെക്കണിംഗ് പാർട്ട് 1 ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബിലോ പാർ മൂവി ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം അത് ഓക്കെ ഒരു മോഡലുള്ള പടമാണ്. സോ ഫ്രാഞ്ചൈസിലെ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നത് എനിക്കിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാണ്. ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഒരു വട്ടം ഒന്ന് പഴയതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ആ ഇത് വെറുതെ ഞാനിപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഇതുവരെ നിങ്ങൾ ഈ ഫ്രാഞ്ചൈസിൽ ഒരു പടം കണ്ടിട്ടില്ലെങ്കിൽ ഈ പടം എത്രത്തോളം ഈ ഒരു ഇമ്പാക്റ്റ് കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കിട്ടിയ പോലെ ഈ പണ്ട് മുതലേ 96 മുതൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസിനെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഫ്രാഞ്ചൈസിനെ തറവായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സിനെ നമുക്ക് പരിചയമുള്ളവർക്ക്
ഇതൊരു ഇമോഷണൽ റൈഡാണ്. അതിനോടൊപ്പം തന്നെ ഒരു സാധാരണ നമ്മളൊരു ഫ്രാഞ്ചൈസി നിർത്തുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെ നിർത്തി, അതെന്താ ഇങ്ങനെ നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമുക്ക് പലതരത്തിലുള്ള അല്ലെങ്കിൽ 2 സ്റ്റാൻഡ്സ് ഒക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ ഒരു തരത്തിൽ ഒരു ചർച്ച ഇതിൻ്റെ ആവശ്യമില്ല. ദിസ് ഈസ് ദ പെർഫെക്റ്റ് എൻഡിങ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഈ പടം കൊണ്ട് എൻഡ് ചെയ്ത് നിർത്തുന്നത്. സോ ഒരു ഫ്രാഞ്ചൈസിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എൻഡിങ്ങിലൊന്നും ആ ഒരു ഈതൻ ഹണ്ട് എന്ന ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രിബ്യൂട്ട് കൂടിയാണ് ഈ പടം. സോ മിഷൻ ഇംപോസിബിൾ ഫ്രാഞ്ചൈസിൻ്റെ ഒരു ഫാനാണ് നിങ്ങളെങ്കിൽ ഇതൊരു OTT കാണേണ്ടതോ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ട സാധനമൊന്നുമല്ല. റൈറ്റ് നൗ ഇപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. ഡോണ്ട് മിസ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. ഞാൻ IMAX-ലല്ല കണ്ടത്. കാരണം കഴിഞ്ഞ വട്ടം എനിക്ക് IMAX പോയപ്പോൾ എനിക്ക് ആ ഒരു ആസ്പെക്ട് റേഷ്യോ മാറാത്തത് കൊണ്ട് മൊത്തത്തിലൊരു ഫോൾട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു പടത്തിന് IMAX സ്വിച്ചിങ് ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഈ സാധനം ഒന്നുകൂടി IMAX കാണാൻ തോന്നി. അത്ര ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു മെച്ചോർഡ് പടമാണ്. നമ്മൾ സാധാരണ കാണുന്ന ഒരു വെറുതെ ക്ലീശയെ കുറേ സാധനങ്ങൾ വെച്ച് ഇപ്പോൾ ഈ സിനിമയിൽ കോമഡി ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ ആക്ഷൻ സീക്വൻസുകളുണ്ട്, ഡയലോഗ് ഡെലിവറി ഉണ്ട്, ഇമോഷൻസ് പ്രോപ്പറായിട്ട് കണക്ട് ആവുന്നുണ്ട്, കിഡിലെ സ്റ്റൺസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് നോർമലി മറ്റുള്ള ക്ലീഷേഡ് ആൻഡ് ജനറിക് ആയിട്ടുള്ള ഈ ഒരു ജോണർ ഫോളോ ചെയ്യുന്ന സിനിമകളിലൊക്കെ വരുന്ന സാധനമൊന്നും അല്ല ഇത്. ഭയങ്കര മെച്ചോർഡായിട്ടാണ് ഈ സിനിമ ടോട്ടലി ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. സോ ബൈ ഫാർ അതുകൊണ്ട് തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് മെച്ചുവേർഡ് ആൻഡ് ബെസ്റ്റ് സ്പൈ ആക്ഷൻ ത്രില്ലർ എവർ എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി ഒന്നാണ് മിഷൻ ഇംപോസിബിൾ ഫൈനൽ റെക്കോർഡ്. ഞാൻ ഇത്ര പ്രതീക്ഷയില്ല ഒരു പടത്തിൽ നിന്ന്. ഓക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിച്ച് കഴിഞ്ഞ പടത്തിൽ ഒരു കോമ്പൈലേഷൻ പോലെയൊക്കെ കാണിച്ചു ഓക്കെ മോഡൽ ഈ പടം നിർത്തുന്നു വിചാരിച്ചപ്പോൾ ഈ ഒരു 3 മണിക്കൂർ നമ്മൾ പോകുന്നറിയില്ല. അതൊരു പടത്തിലായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അതാണ്. ഇപ്പോൾ വേണമെങ്കിൽ ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ് വേറെ കുറേ സാധനങ്ങൾ വെറുതെ ഇങ്ങനെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറേ ക്യാരക്ടേഴ്സിനെ കുത്തിക്കയറ്റി വെച്ചിട്ട് നമുക്ക് തീർക്കാം. പക്ഷേ ഈ ഒരു പടത്തിനൊരു കഥയുണ്ട്. അതെന്നാൽ എല്ലാ പടങ്ങളുമായിട്ട് ലിങ്ക് ചെയ്ത് പോകുന്നുണ്ട്. അതെല്ലാം കൂടി പ്രോപ്പർലി ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ഇങ്ങനെ ആയിരിക്കും കൊടുക്കുക. ഇനി ആ ഒരു ലെഗസി ഉണ്ട് എന്നുള്ളത് പറഞ്ഞ് നിർത്തും. പക്ഷേ ഏതൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പടം കഴിയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കില്ല ഈ ഒരു സാധനം കഴിഞ്ഞു, ഇനി ഈ ഒരു ആളെ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടേഴ്സിനൊന്നും തന്നെ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റില്ല, ഇനി ഒരു റിക്കറിങ് ആയിട്ട് വരില്ല എന്ന് നമുക്ക് ആ അത്തരത്തിലുള്ള ഒരു കോൺഷ്യസ് തന്നിട്ടല്ല ഈ ഒരു പടം വിടുക. ഇവരിപ്പോഴും ഉണ്ട്, ഇനി ഈ ഒരു പടം ഇനിയും വരും എന്നുള്ള ഒരു മൈൻഡില്ല. നമുക്ക് പടം കഴിയുമ്പോൾ മതിയായില്ല, ഇനിയും കാണണം, നമുക്ക് കുറേ നേരം കൂടി അവിടെ ഇരിക്കുക. ആ ഒരു ടൈറ്റിൽ ഫുള്ള് ഓടുമ്പോഴും ആ പാട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിന്നിട്ട് നമുക്ക് ഓക്കെ സെറ്റാണ്, ഇനി വേണമെങ്കിൽ ആദ്യം തൊട്ട് 1 തൊട്ട് നമുക്ക് തുടങ്ങാം, ഒന്നും കൂടി കാണാമെന്നുള്ള ഒരു മോഡിലാണ് നമ്മൾ ഇറങ്ങി പോവുക. പക്ഷേ സാഡ് പാർട്ട് ഈ ഒരു പടം അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസ് നിന്നതും ദി ബെസ്റ്റ് പാർട്ട് കിഡിലിനായിട്ട് അത് നിർത്താൻ പറ്റിയതും. ഇൻ ഷോർട്ട് ഹോളിവുഡിലെ കുറേ ഫ്രാഞ്ചൈസുകൾ ഞാൻ നിർത്തുന്നത് കണ്ടിട്ടുണ്ട്. കുറേ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന പല ഫ്രാഞ്ചൈസുകളും നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ എൻഡിങ് ഒരു എക്സെപ്ഷണൽ ആയിട്ടായിരുന്നു. ദി ബെസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഏറ്റവും കിഡിലിനായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എൻഡിങ് ആണ് ഈ ഒരു പടത്തിനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ടോട്ടൽ ഫ്രാഞ്ചൈസിനുള്ളത്. സോ എന്നെ സംബന്ധിച്ചൊരു 10/10 കൊടുക്കാൻ പറ്റുന്ന ഒരു മസ്റ്റ് വാച്ച് കിഡിലൻ സ്പൈ ആക്ഷൻ ത്രില്ലറാണ് മിഷൻ ഇംപോസിബിൾ ഫൈനൽ റെക്കോർഡിംഗ്. ഈ ഒരു ഫ്രാഞ്ചൈസിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് ഐറ്റം. ഈ ഫ്രാഞ്ചൈസിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയില്ല, ഈ ഒരു ഫ്രാഞ്ചൈസിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിലും ഈ ഒരു പടം ഒന്ന് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. കാരണം തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പോകും, കണ്ടിട്ട് പഴയ പടങ്ങൾ കണ്ടാലും കുഴപ്പമില്ല. അത്ര ഗംഭീരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. കഴിവതും IMAX-ൽ തന്നെ കണ്ടുനോക്കുക. എന്നെ സംബന്ധിച്ച് ഐ എം കംപ്ലീറ്റ്ലി ഫുൾഫിൽഡ് ആൻഡ് സാറ്റിസ്ഫൈഡ്. സോ തീർച്ചയായിട്ടും ഈ സിനിമ മിസ്സാക്കരുത്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയോട് വീണ്ടും കാണാം.